പിന്നെ ഇപ്പൊ തൊപ്പിയൊന്നും പറയുക അല്ലെങ്കിൽ തൊപ്പി എന്തേലും വന്നുങ്ങാണ്ട് തെറി പറയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോ ഇതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ചെങ്ങായിമാരെ അങ്ങനെ ഇതാവുമ്പോ നമ്മള് ജീവൻ പണയം വെച്ചിട്ട് നമ്മളോലെ കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. കല്ലി കൊല്ലി മാഫി മുഷ്കിൽ മക്കളെ. അതൊന്നും കണ്ടുകാണ്ട് നിങ്ങൾ അൻഷിഫ് മുനിക്കൽ പേടിപ്പിക്കണ്ട കേട്ടോ. അതെ 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 അതെ. ഓക്കെ. എന്തായാലും ഇനിയിപ്പോ നമ്മളെ ഈ വിഷയം, ഈ തല്ലും കൊല്ലുന്നില്ല വിഷയങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട, അതിനെ കുറിച്ചൊന്നും വർത്താനേ പറയണ്ട. വൺ ഡേ അത്ര മാത്രം. ഓക്കെ, കിട്ടുവേ, വൺ ഡേ കിട്ടുവേ. കിട്ടും. ഉറക്കം വരുന്നുണ്ട്, ഞാൻ തൊപ്പി പോയിട്ടേ. തൊപ്പി കള്ളനായി ഇജി എന്താടാ കരുതി ഈക്കണത്. തൊപ്പി തൊപ്പി കള്ളനായി ഇജി എന്താ കരുതിക്കണത്. ഏതാ പാട്ട് മോനെ? മലപ്പുറത്തുകാരെ പറഞ്ഞാൽ അന്റെ ചവിട്ടാനി കുറ്റി അടിച്ചു പൊളിക്കും. മലപ്പുറത്തുകാരെ പറഞ്ഞാൽ അന്റെ ചവിട്ടാനി കുറ്റി അടിച്ചു പൊളിക്കും. അന്റെ ചവിട്ടാനി കുറ്റി അടിച്ചു പൊളിക്കും. ലവ് ഫ്രം കാളികാവ്, അൻഷിഫ് മുനിക്കൽ ഫാൻസ്. ഇലിലൂലൂലു ആവൂ ഇക്കാസീൻ. കണ്ടോ? എടാ, മലപ്പുറത്ത് ഒരു രാജാവുള്ളൂ, അൻഷിഫ് മുനിക്കലോട്. അത് തൊപ്പിയ നായിയെ ഇജ്ജ് കണ്ണൂരിന്നേ, കണ്ണൂരില്ല ഇജ്ജ് പോയിങ്ങാണ്ടേ എന്റെ നാട്ടിൽ എന്നെ നിർത്തായിട്ട് അടിച്ചാട്ടിട്ടേ അവിടെ മറ്റേ എറണാകുളത്ത് പോയിങ്ങാണ്ട് റൂം വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ നിക്കുക. എന്നിട്ട് ഓന്റെ വിചാരം ഓന്റേതായ എറണാകുളം എന്താ? ഓന്റെ എറണാകുളം, ഓന്റെ കൊച്ചി, ഓന്റെ എറണാകുളം. ആ വീടൊക്കെ വാങ്ങിക്കണു, അത് പൈസ ഉണ്ടടാ. എടാ, കൊച്ചിയിലില്ല അൻസിഫിന്റെ പിള്ളേരോട് പറഞ്ഞ സിഞ്ചിടും അവിടെ വന്നിട്ട്. അൻസിഫെ വെറുതെ കിളിപ്പച്ച ട്രൗസർ ഇട്ടുകാണ്ടേ ഞങ്ങള് മൂന്നാളും അത്രയും, അതായത് ഇവര് ഒറ്റക്ക് വരണം. എടാ ചങ്ങായിമാരെ, ഓന്റെ അടുത്തുമില്ല 10-20 പോത്തുകള്. കുറെ ഉറങ്ങുന്നുണ്ട്, കുറെ ജിമ്മിന് പോയിക്കണ്, കുറെ അവിടെ പോയിക്കണ്, മറ്റൊടത്തേക്ക് പോയിക്കണ് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചങ്ങായിമാരുണ്ടല്ലോ ഓന്റെ അടുത്ത്. ഓൻ ഒറ്റക്കൊന്നല്ലല്ലോ, തൊപ്പി ഒറ്റക്കൊന്നല്ലല്ലോ. പിന്നെ നമ്മളെ ആവശ്യം എന്താണ്? ഒരു വട്ടം ഇങ്ങനെ വരക്കുക. ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടത്തിന്റെ ഉള്ളില് ഷാജഹാന് നിർത്തും, റാംബോനെ നിർത്തും. ഇനി തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊപ്പിക്ക് അടിക്കുക, അതല്ല റാംബോ ആണെന്നുണ്ടെങ്കിൽ റാംബോക്ക് അടിക്കുക. വട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കണ രണ്ടാൾ. വട്ടത്തിന്റെ പുറത്തേക്ക് വീണാല് ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോകും. അതാണ് നമ്മളെ ഗെയിം. മനസ്സിലായോ? ആ വട്ട എനിക്കെപ്പോഴും റീച്ച് മതിയായിട്ടില്ല, അത്ര റീച്ച് ആയ പോരെ. ഇതിപ്പോ എന്താ അറിയോ, ഇതിപ്പോ നിങ്ങളിത് പ്രശ്നം വിടുകയാണ്. നിങ്ങൾ രണ്ടാളും ഈ പ്രശ്നം വിടുകയാണ്. അത് എനിക്ക് പറ്റൂല. ഇനി മുതൽ ഇത് ഇഞ്ച പ്രശ്നം. കാരണം ഞാൻ അതിൽ എങ്ങനെങ്കിലും ആരെങ്കിലും ഒന്ന് വലിച്ചിട്ടെങ്കി എഴുതി നടക്കുക. ഇഞ്ഞൊന്നും ഇതിൽ പറഞ്ഞെങ്കിൽ ഒരു നായ്ക്കളും ഇഞ്ഞ പറയണില്ല. ആ തൊപ്പിക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇതേതാ നായി ഇത്? അത് പറയണില്ലല്ലോ. എന്നാലല്ലേ എനിക്കിത് ഇഞ്ച പ്രശ്നമാക്കി മാറ്റാൻ പറ്റുള്ളൂ. എനിക്ക് അതെ, എനിക്കിപ്പോ റീച്ച് ഇല്ലല്ലേ? റീച്ച് കുറച്ച് കമ്മി ഉണ്ടോ? റീച്ച് കുറവാ. എന്നിട്ട് ഒറ്റക്ക് തല്ല ഇറങ്ങാണ്ടുണ്ട്. എടാ, കൊച്ചിയിൽ ഹോൾഡ് ഉള്ളത് അറിയോ? ഞങ്ങൾ അവിടുത്തെ ഗുണ്ടനായിട്ട് പരിചയമുണ്ട്, ഇവിടുത്തെ ഗുണ്ടനായിട്ട് പരിചയമുണ്ട് ഇറങ്ങാണ്ട് ഓരോ ആൾക്കാര് കണ്ട. അൻഷിഫ് കിങ്, കിരീടത്തിന്റെ ചിഹ്നം വെച്ചിക്കണ്. മനസ്സിലായോ? അൻഷിഫ് കിങ്ങാടാ. തൊപ്പിയെ നല്ല പോലെ ആണെങ്കിൽ നല്ല പോലെ നമുക്കിത് കോംപ്രമൈസ് ആക്കുക എന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരടുത്തും തെറ്റ് രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ട് നല്ല പോലെ ആണെങ്കിൽ നമ്മളിത് നല്ല പോലെ ഡീലാക്കും. അതല്ല ഇതിങ്ങനായിട്ട് മറഞ്ഞു പോയിക്കോളും, ഇതിങ്ങോട്ട് ഇല്ലാതെ ആവുമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. കാരണം ഇതാരും പ്രശ്നമാക്കിയിട്ടില്ലേ, ഞാൻ പ്രശ്നമാക്കും. ഇത് ഇനി മുതൽ ഇഞ്ച പ്രശ്ന. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് അൺഫോളോ അടിച്ചുകാണ്ടും റിപ്പോർട്ട് അടിച്ചുകാണ്ടും തോൽപ്പിക്കാന്ന് കരുതിയാല് തോൽക്കൂല എന്ന് പറഞ്ഞാൽ തോൽക്കും. അപ്പോ നമ്മളെ പ്ലാൻ എങ്ങനെ വെച്ചാല് റാംബോനെ ഞാൻ കസാലിട്ട് ഇരിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
ഏതാ മോനെ എപ്പോഴാണ് ലുക്ക് കിട്ടോ? അപ്പൊ നമ്മളെ പ്ലാൻ എങ്ങനെ വെച്ചാലേ നമ്മള് ഒരു വട്ടം വരച്ചിട്ട് അതിൽ റാംബോനും ഷാജഹാനും കേറ്റു. ഷാജഹാന് ധൈര്യല്ലേ ഒറ്റക്ക് ഡിലീറ്റ് ആക്കാൻ, ഒറ്റക്ക് അടിച്ചാന്? പേടിയാടാ. അങ്ങനെ ഞാനില്ല. പേടിക്കല്ലേ ഷാജഹാനെ. ഞാൻ ഇനി റീച്ച് കൂടിയാലോ അടിച്ചാല്? നമ്മൾ പേടിയാണ്. ഓലെ എങ്ങനെ അറിയോ, ടൂൾസ് ഉപയോഗിക്കാൻ പറ്റൂല. ഉം. പിന്നെ റാംബോ ആണെങ്കിൽ ഫസ്റ്റ് പോലെ വേട്ടപ്പെട്ടി റാംബോ ഓൻ വരട്ടെ ഫസ്റ്റ്. വട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് തല്ലണം രണ്ടാളും. കൈകൊണ്ടും കാലുകൊണ്ടും എന്തും ആ കാട്ടാ, കടിച്ചു മുറിച്ച് തിന്നാൻ അതെ അതെ. എങ്ങനെയൊക്കെ കാട്ടാ, അതൊന്നും പ്രശ്നമല്ല. കണ്ണ് കൈയിട്ട് കണ്ട് ഉം. കണ്ണൊക്കെ ഇങ്ങനെ കൃഷ്ണമണിയൊക്കെ വലിച്ചു കെട്ട് എടുക്കുക, അത് മനസ്സിലായോ? പറ്റും. അതൊക്കെ ചെയ്യാം. ഉം. പക്ഷെ ആദ്യം നമ്മൾ ലീഗലി എന്ത് ചെയ്യണം, ഒപ്പിടണം. അൻഷിഫ് മുനിക്കല് ഉം. ഷർട്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കണം. അപ്പോ നമ്മള് ആദ്യം ലീഗലി നമ്മൾ ഒപ്പിടണം. എന്തിന്? ഉം. ഷാജഹാനും റാംബോയും ഫൈറ്റ് നടക്കുകയാണ്, ഇതില് ആ. യാതൊരുവിധ കേസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞുകാണ്ട് നമ്മൾ ഒപ്പിട്ടുകാണ്ട് എഴുതി ഉം. ഒപ്പിട്ടുകാണ്ട് വേണം വട്ടത്തേക്ക് ഇറങ്ങാന്. ഉം. മനസ്സിലായോ? ആ വട്ടത്തേക്ക് ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇതൊക്കെ. പിന്നെ അടിച്ചന്നെ അങ്ങോട്ട്. അതായത് ബിസ്മി ഉം. ചൊല്ലിയാണ് തുടങ്ങുക. പിന്നെ നമ്മളെ മനസ്സിലെന്താണ് അറിയോ, ഇങ്ങനെ അടിച്ചാൻ ഇറങ്ങുമ്പോ എനിക്കിനി ജീവിക്കണമെങ്കിൽ ഓനെ തച്ച് തള്ളിയിടണം, അല്ലെങ്കിൽ മരിച്ചും. അങ്ങനെയാണ് എന്റെ മനസ്സിൽ. ഒറ്റ ഓപ്ഷനേ ഉം. ഉള്ളൂ, അടിച്ചു കേട്ട് ഫസാദാക്കുക. തച്ചവിടെ കൊല്ലാൻ പറ്റൂല, കാരണം അത് ലീഗലി ഇതാണ്, ഹെറാമാണ്. അത് ചെയ്യൂല ഉം. നമ്മള്. കൊറക്ക വരണം. ഞാൻ പോയിട്ട് കടന്നാലോ? ഇജ്ജൊന്നും ഉമ്മ പോവാൻ പറ്റൂല, അന്നൊന്നും വിടൂല. എനിക്കൊന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ എന്റെ പെരക്കാരൊക്കെ സോറി ട്ടോ. കൊണ്ടാക്കിയാണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട്, അതായത് റാംബോന്റെ അന്റി മാച്ച് കഴിഞ്ഞിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനും തൊപ്പിയും ഒരു യുദ്ധം. ഉം. അത് അതെ അതെ കഴിഞ്ഞിട്ട് അതെ അതെ. നീലക്കുയിലും പാണ്ടിക്കാട് കുഞ്ഞാനും ഒരു യുദ്ധം. ഉം. ഉം. പിന്നെ നീലക്കുയിലും തൊപ്പി ഒന്ന്. പറ്റും. അതായത് ഇങ്ങനെ മിക്സ് ചെയ്താണ്ട് അതൊരു ടൂർണമെന്റ്. ടിക്കറ്റ് ഉണ്ടാവും, നല്ലൊരു സംഖ്യ ടിക്കറ്റ് ഉണ്ടാവും, കാരണം നേരിട്ട് കാണുകയാണേ. ചില്ലറ കളിയാ. 100 അല്ലേ? 100 ആക്കാം. 100 ഒരു 1000 തന്നെ വെച്ചാൽ ആളുണ്ടാവും. നമ്മളെ ഞങ്ങൾക്ക് അജ്ജോ ഭാഗത്ത് പാൽക്കുപ്പിയാള്. നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ പാൽക്കുപ്പിയാളെ ഗെയിം കൊണ്ട് കാണാൻ ആളുണ്ടാവും. ഇല്ല, ഈ പാൽക്കുപ്പിയാളെ കൊണ്ട് കഴിയുവോ അത് അതിനെ കഴിയൂല, കളിച്ചാല്? അത് കഴിയണ്ട. ഒരു ഗാലറി സപ്പോർട്ട് കുറയണം, എന്നാ നമുക്ക് കിട്ടുന്ന അടിന്റെ എണ്ണം കുറയും. ആ അങ്ങനെ ഉണ്ടല്ലേ? ആ അപ്പൊ ആ ടിക്കറ്റ് ആ. കുറച്ച് കൂട്ടി വെക്ക നമുക്ക്. അതെ അതെ അതെ. അപ്പൊ നമ്മളെ പ്ലാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ അപ്പൊ ഗൈസ് ഞാൻ അറിഞ്ഞില്ല ഇൻഷാ കേട്ടില്ല അള്ളാ എന്ന് ഇൻഷാ പറയണ്ട. അള്ളാ. തൊപ്പിയുമായിട്ട് അതെ അതെ. സംസാരിച്ചിട്ട് ഒരു ഡീലിൽ എത്തുക എന്നുള്ളതാണ്. അതായത് ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുകാണ്ട് രണ്ട് കൂട്ടരും നിന്നുകാണ്ട് തല്ലി തീർക്കുക. അതാണ് നമ്മളെ പ്ലാൻ. ഉം. ഓക്കെ. ഈ പാൽക്കുപ്പിയാള് വരണതിന് എല്ലാരും കാണണ്ടേ? പിന്നെ ലാസ്റ്റ് ഓല് പറയും ഓ എന്നെ തച്ച് തോൽപ്പിച്ചു എന്നൊക്കെ പറയും. ഈ പാൽക്കുപ്പിയാൾ എല്ലാരും വരണം. ആ ഓ അതിന് പാൽക്കുപ്പിയാളൊരു കേസ് എനിക്ക് അറിയില്ലേ. അയറ്റങ്ങൾക്ക് ഉം. അന്തല്ല, അയറ്റങ്ങളെ പെരയിന്ന് വിടൂല. റൂമിന്റെ ഉള്ളിൽ കുത്തിരുന്ന് പുറത്തേക്ക് ഇറങ്ങിയ, മിറ്റത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയ നായ്ക്കള് കടിച്ചുന്നില്ല പേടി ഉണ്ടാവും പെരക്കാർക്ക്. പിന്നെ കൊള്ളക്കാര് അതുണ്ടാവും. മറ്റേ ഒമ്നിയിൽ തട്ടിക്കൊണ്ടുപോകുന്നില്ല പേടി ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉം. കുറെ പ്രശ്നങ്ങളുണ്ട്. അൻഷി അതെ ഫാൻസ് ഫ്രം അതെ അതെ. കാളിക്കാവ്. പൊളി പൊളി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആ അതെ അതെ. എന്തായാലും ഉം. ഞമ്മള് പിന്നെ ഇതൊക്കെ ഇതൊക്കെ വെട്ടിട്ട് പാടാതെ കളിച്ചാണ്ടല്ലോ. എനിക്ക് മിഞ്ഞാന്ന് ഞാനിവിടെ അപ്പളേ പറഞ്ഞില്ലേ, ആ മമ്മ അടിച്ചുമ്പോ ആ വലത്തെ കൈ നോക്കിയാ അന്റെ അവിടെ മുറിയാവും എത്ര വട്ടം പറഞ്ഞു? ഞാനത് കിട്ടീനപ്പ എനിക്ക് എത്ര വേഗം മമ്മൂന്റെതൊക്കെ ഉണങ്ങിക്കണല്ലേ? കടി ഒന്നുകൂടി കാണിച്ചാ മമ്മൂന്റെതൊക്കെ പാവട്ടോ. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, ഈ ചെങ്ങായിമാര് ഉം. ഹനാൻ ഷാനെ കോപ്പി ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഹനാൻ ഷാന്റെ ഈ ഒരു ടീം ഉണ്ടല്ലോ, അത് ഇവർക്ക് പറ്റണില്ല. മലപ്പുറത്ത് നിന്ന് വന്ന ഈ ഒരു ടീം സകല ജനങ്ങളും ഏറ്റെടുത്ത്, ഹനാൻ ഷാ പറഞ്ഞാൽ നമ്മളെ അയൽവാസിയാണ് ഈ ഒരു ഏരിയയിൽ. അതായത് മലപ്പുറത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ടീം. പക്ഷെ ഇവരെ രണ്ട് ടീമിലും മാറ്റം എന്താ അറിയോ, ഉം. ഹനാൻ ഷാന്റെ ടീമിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല പെൺകുട്ടികളെ കിട്ടും കല്യാണം ആലോചിക്കുമ്പോ. ഈ നായന്റെ അതെ അതെ. മോന്റെ ടീമിൽ ഒറ്റ
ഒന്നിനും കല്യാണം ഉണ്ടാവില്ല, പെണ്ണും ഉണ്ടാവില്ല. കാരണം എന്താ പണി ചോദിച്ചാ എന്താ പറയാ? എനിക്ക് ഇവളോട് പറയാനുള്ള എന്താ അറിയോ? എനിക്ക് ഇവളോട് പറയാനുള്ള എന്താ വെച്ചാല് എന്റെ വീഡിയോസിന്റെ താഴങ്ങൾ നല്ലോണം തെറി കമന്റ് ഇട്ടുകൊണ്ടിട്ടോ. നല്ല റീച്ചാണ് അപ്പൊ. നമ്മളെ ആവശ്യം തന്നെ അതെന്ത്. അതെ, നല്ല റീച്ചാണ്. എല്ലാവരും തെറി നല്ലോട്ടുണ്ടി കേട്ടോ. അങ്ങനെ നിർത്തരുത് മക്കളെ, ഒരാൾക്കാർ നിർത്തരുത് കേട്ടോ. എല്ലാവരും ഇട്ടുകൊണ്ടി കമന്റോട് കമന്റ്. വളാഞ്ചേരി ഓ വളാഞ്ചേരി ആയോ? നമ്മക്ക് എല്ലായിടത്തും ഫാൻസ് ആടാ. ഏ നമ്മക്കൊക്കെ എല്ലായിടത്തും ഫാൻസ് ഉണ്ടടാ. അതെ അതെ അതെ.